അന്ന് നമ്മുടെ കർത്താവ് തന്നെ ശൗലിനെ കണ്ടുമുട്ടി അവനെ പൗലോസാക്കി മാറ്റി. എന്നാൽ ഇന്ന് അതുപോലെ ദൈവം നമ്മെ നേർവഴിയിലേക്ക് നയിക്കുമെന്ന് കരുതാനാവില്ല. എന്തെന്നാൽ അന്ന് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയതായി നമ്മൾ കാണുന്നു. എന്നിട്ടും ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആരെയും തടുത്തു നിർത്തിയില്ല. മറിച്ച് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ചെയ്തത്. സ്നേഹിത, നമുക്ക് പാപമില്ലെന്ന് നമുക്ക് പറയാനാവില്ല. അങ്ങനെയെങ്കിൽ നമ്മിൽ പാപബോധമുണ്ടാകുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ഇല്ലെങ്കിൽ ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരും. ഇനി ഈ തിരിച്ചറിവോടെയാകട്ടെ നമ്മുടെ ജീവിതം.